വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വിറൽ. നമുക്ക് എന്താണ് ReactJS എന്ന് നോക്കാം. ReactJS എന്ന് പറയുന്നത് ഫേസ്ബുക്ക്, അതായത് മെറ്റ കമ്പനി സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു UI ലൈബ്രറിയാണ്. ഓപ്പൺ സോഴ്സ് ആണ്, അതായത് കമ്മ്യൂണിറ്റി കോൺട്രിബ്യൂഷനും കൂടെയുള്ള ഒരു ലൈബ്രറിയാണ് റിയാക്ട് എന്ന് പറയുന്നത്. ReactJS പഠിക്കാൻ വേണ്ടി അതിൻ്റെ ഫങ്ഷനാലിറ്റീസ് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ വെബ്സൈറ്റ് റിയാക്ടിൻ്റെ തന്നെ ഡോക്യുമെന്റേഷൻ ആയിട്ടുള്ള react.dev എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ്. ഇവിടെ കംപ്ലീറ്റ് ഫങ്ഷനാലിറ്റി അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫങ്ഷനാലിറ്റീസ് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് റിയാക്ട് പഠിക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് റിയാക്ടിൻ്റെ കോഡ് നോക്കുകയാണെങ്കിൽ github.com facebook/react ഇതാണ് റിയാക്ടിൻ്റെ ഓപ്പൺ സോഴ്സ് റെപ്പോസിറ്ററി. ഇവിടെയാണ് എല്ലാവരും ഈ ഒരു റിയാക്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ റിയാക്ടിൻ്റെ റെപ്പോസിറ്ററി വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം കോൺട്രിബ്യൂട്ടേഴ്സ് 1626 കോൺട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. അതായത് ഇത്രയും ആളുകൾ ഈ ഒരു റിയാക്ട് UI ലൈബ്രറിക്ക് വേണ്ടിയിട്ട് കോഡ് ചെയ്തിട്ടുണ്ട്. ഇനി എത്രത്തോളം ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ആളുകൾ ഇത് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ മറ്റു കംപ്ലീറ്റ് ഡോക്യുമെന്റേഷൻ വെബ്സൈറ്റിലേക്കുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ എത്ര കമ്മിറ്റ്സ് ഉണ്ട് എന്നുള്ളത് ഇവിടെ കാണാം. ഫോർക്ക്, അതായത് ഇതിന്റെ ഒരു കോപ്പി ചെയ്ത് എത്ര പേര് കോപ്പി ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ എത്ര സ്റ്റാർ ഉണ്ട്, എത്ര ആളുകൾ അത് സ്റ്റാർ ചെയ്തിട്ടുണ്ട്. സ്റ്റാർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈക്ക് ചെയ്യുക, അതേപോലത്തെ ഒരു ഫീച്ചറാണ് സ്റ്റാർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഒരു UI ലൈബ്രറിയിൽ എത്ര ഇഷ്യൂസ് നിലവിൽ ഓപ്പൺ ആയിട്ടുള്ള എത്ര ഇഷ്യൂസ് ഉണ്ടെന്നുള്ള ഇവിടെ കാണാം. നമുക്ക് റിയാക്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു റിയാക്ട് എന്ന് പറയുന്നത് ഓപ്പൺ സോഴ്സ് UI ലൈബ്രറിയാണ്. മെറ്റ, അതായത് ഫേസ്ബുക്ക് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഓപ്പൺ സോഴ്സ് UI ലൈബ്രറിയാണ്. അതേപോലെ തന്നെ റിയാക്ട് കമ്പോണന്റ് ബേസ്ഡ് ആർക്കിടെക്ചർ ആണ് ഫോളോ ചെയ്യുന്നത്. അതായത് നമ്മളൊരു വെബ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ചെയ്യുന്ന സമയത്ത് ഓരോ ഭാഗവും അല്ലെങ്കിൽ ഓരോ സെക്ഷനും ഓരോ കമ്പോണന്റ് ആക്കി മാറ്റിയിട്ട് അത് റീയൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കോഡിങ് ഒഴിവാക്കാം. അതായത് ജസ്റ്റ് ഡാറ്റ മാത്രം പാസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കമ്പോണൻസ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ആ കമ്പോണൻസ് ആവശ്യത്തിനനുസരിച്ച് റീയൂസ് ചെയ്യാം. ഇത് ഒന്ന് റീയൂസബിലിറ്റി, കോഡിങ് അതിന്റെ കുറക്കും. കോഡിങ് നമുക്ക് ഒരുപാട് ലൈൻസ് ഓഫ് കോഡ് സേവ് ചെയ്യാം. അതുകൊണ്ട് തന്നെ കോസ്റ്റ് കമ്പനിക്കാവുന്ന സമയത്ത് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും, ഡെവലപ്പേഴ്സിന് ടൈം സേവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മോഡുലാരിറ്റി, മെയിൻറ്റനബിലിറ്റിയും, അതായത് നമ്മൾ ചെയ്യുന്ന കോഡ് പിന്നീട് നമുക്കോ അല്ലെങ്കിൽ വേറെ ഡെവലപ്പേഴ്സിന് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അതിൽ അഡീഷണൽ ഒരു ഫീച്ചേഴ്സ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ബഗ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവണം. അപ്പൊ അത് ഓർഗനൈസ് ചെയ്തിട്ട് ചെറിയ ചെറിയ കമ്പോണന്റ് ആവുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ എളുപ്പമായിട്ട് മനസ്സിലാവും. അതല്ലാതെ നമ്മൾ എൻ്റെ ആപ്ലിക്കേഷൻ ഒരു വലിയൊരു HTML ഫയലിലാണെങ്കിൽ അത് നോക്കി അതിലുള്ള കോഡും ഇഷ്യൂസും ഒക്കെ കണ്ടുപിടിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനി അടുത്ത ഫീച്ചറാണ് വിർച്വൽ ഡോം എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നോക്കാം. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു പ്യുവർ ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ ഡോം ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഓരോ എലമെന്റും സെലക്ട് ചെയ്ത് അതിൽ ഇന്നർ HTML അതിന്റെ വാല്യൂസ് ഒക്കെ സെറ്റ് ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ ഉണ്ടല്ലോ. ആ ഓപ്പറേഷൻ, ഡോം ഓപ്പറേഷൻ എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റിൽ ഒരു ഹെവി ഓപ്പറേഷൻ ആണ്. അതായത് നമ്മൾ സിസ്റ്റത്തിന്റെ പവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ ആണ് ഡോം ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ ഹെവി ആയിട്ടുള്ള ഡോം ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് നമ്മൾ ലൂപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് സിസ്റ്റം അല്ലെങ്കിൽ ബ്രൗസർ ഹാങ് ആവുന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഫേസ്ബുക്കിന്റെ മെറ്റ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ ഒരു ബ്ലൂ പ്രിന്റ്, നമ്മൾ ഡോമിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ആദ്യം കോപ്പി ചെയ്ത് വെക്കും. എന്നിട്ട് എവിടെയാണോ ചേഞ്ച് ചെയ്യുന്നത്, അതായത് ഒരു ഡാറ്റ നമ്മൾ ഒരു യൂസറിന്റെ ഒരു നെയിം ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കും. ആ ഡാറ്റ എപ്പോഴാണോ ചേഞ്ച് ചെയ്യുന്നത്, ആ നെയിം എപ്പോഴാണോ മാറ്റുന്നത്, അപ്പോൾ കംപ്ലീറ്റ് നമ്മളുടെ ഡോം റീറെൻഡർ ചെയ്യാതെ ആ ഒരു ഏരിയ മാത്രം റീറെൻഡർ ചെയ്യും. ആ ഒരു കൺസെപ്റ്റാണ് വിർച്വൽ ഡോം എന്ന് പറയുന്നത്. അടുത്തത് ഡിക്ലറേറ്റീവ് സിൻടാക്സ്. നമുക്ക് സിൻടാക്സ് നമ്മൾ കോഡിങ് ചെയ്യുന്ന സമയത്ത് രണ്ട് ടൈപ്പ് മെയിൻ ആയിട്ട് പറയാം. ഒന്ന് ഇംപറേറ്റീവ്, പിന്നെ ഡിക്ലറേറ്റീവ്. ഇംപറേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫോം, HTML ഫോം ഉണ്ടെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് കോഡൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഫോമിന്റെ ബട്ടൺ ആദ്യം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നെ ബട്ടൺ ഡിസേബിൾ ചെയ്യണം, ഫോമിലുള്ള ഫീൽഡുകളൊക്കെ ഡിസേബിൾ ചെയ്യണം, പിന്നെ ചേഞ്ച് ചെയ്യാൻ സമ്മതിക്കരുത്, പിന്നെ ലോഡിങ് കാണിക്കണം, എറേഴ്സ് ഒക്കെ കാണിക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ജാവാസ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ ഓരോ എലമെന്റും നമ്മൾ സെലക്ട് ചെയ്ത് അതിന് ഡിസേബിൾ പ്രോപ്പർട്ടി കൊടുത്തു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഓരോ എലമെന്റിനനുസരിച്ച് നമ്മൾ ഇംപറേറ്റീവ് ആയിട്ട് കോഡ് ചെയ്യണം. ഡിക്ലറേറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെക്കണം. ഒരു ആപ്ലിക്കേഷന്റെ UI നമ്മൾ ചെയ്യുന്ന സമയത്ത്
നമ്മൾ ആദ്യം തന്നെ നമ്മൾ സ്കെച്ച് ചെയ്ത് വെക്കും. അതായത് നമ്മൾ മനസ്സിലാക്കി വെക്കും എന്തൊക്കെയാണ് ഇതിൽ വരാനുള്ള ചാൻസ് ഉള്ള UI സ്റ്റേറ്റുകൾ. അതായത് ഒന്ന് സ്റ്റേറ്റ് പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഫോം ഡിസ്പ്ലേ ചെയ്യുന്നു അല്ലേ. അപ്പോൾ അവിടെ ഫോം എല്ലാം ഫീൽഡ്സ് ഒക്കെ എനേബിൾ ആയിരിക്കണം, ബട്ടൺ എനേബിൾ ആയിരിക്കണം. രണ്ടാമത്തെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫോം അതിന്റെ പിന്നീട് ക്ലിക്ക് ചെയ്തായിരിക്കാം ബട്ടണും അതിന്റെ ഫീൽഡുകളൊക്കെ ഡിസേബിൾ ആയിരിക്കണം. എറേഴ്സ് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഫോം എനേബിൾ ചെയ്യണം ആ എറർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് സ്റ്റേറ്റുകൾ ഉണ്ട് അല്ലേ. പിന്നെ സക്സസ്ഫുള്ളി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോം ഹൈഡ് ചെയ്തിട്ട് അവിടെ സക്സസ് മെസ്സേജ് കാണിക്കണം. ഇങ്ങനെയുള്ള UI സ്റ്റേറ്റുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ വേരിയബിൾ ഒക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഒരു അപ്രോച്ചാണ് ഡിക്ലറേറ്റീവ് സിന്റാക്സ് എന്ന് പറയുന്നത്. പിന്നെ JSX JavaScript XML എന്ന് പറയും. നമ്മൾ പ്യുവർ JavaScriptൽ നമുക്ക് HTML കോഡ് എഴുതാൻ കഴിയില്ല. പക്ഷെ നമുക്ക് റിയാക്ട് ഉപയോഗിക്കുന്ന സമയത്ത് JSX സിന്റാക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് HTML JavaScriptൽ തന്നെ HTML എഴുതാം. പിന്നെ സ്റ്റേറ്റ്സ് ആൻഡ് പ്രോപ്സ്, നമ്മൾ ഒരു കമ്പോണന്റിലുള്ള ഡാറ്റ മാനേജ് ചെയ്യാനും അതിലേക്കുള്ള ആട്രിബ്യൂട്ട്സ് ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ്സും പ്രോപ്സും ഉപയോഗിക്കുന്നത്. യൂണി ഡയറക്ഷണൽ ഡാറ്റ ഫ്ലോ, അതായത് നമ്മൾ ടോപ്പിലുള്ള പാരന്റിൽ നിന്ന് അതിന്റെ ഉള്ളിലുള്ള കമ്പോണൻസിലേക്ക് ഡാറ്റ പാസ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ഡയറക്ഷൻ, അതാണ് യൂണി ഡയറക്ഷണൽ ഡാറ്റ ഫ്ലോ എന്ന് പറയുന്നത്. അതിന്റെ ഉള്ളിലുള്ള ചൈൽഡ് നിന്ന് പാരന്റിലേക്ക് ഡാറ്റ പാസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആപ്ലിക്കേഷനിൽ ഒരു കൺട്രോൾ ഉണ്ടാവും. പിന്നെ ഹുക്സ് ആൻഡ് ലൈഫ് സൈക്കിൾ മെത്തേഡ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കമ്പോണന്റിന് ഡിഫറെന്റ് ആയിട്ട് ലൈഫ് സൈക്കിൾ മെത്തേഡ്സ് ഉണ്ടാവും. അതായത് ആ ഒരു കമ്പോണന്റ് റെൻഡർ ചെയ്തു, അത് കംപ്ലീറ്റ് ആയി, വീണ്ടും അത് ഡിസ്ട്രോയ് ചെയ്ത് വേറെ കമ്പോണന്റ് ലോഡ് ആവും. അങ്ങനെ ഒരുപാട് ഇവന്റ്സ് ഉണ്ടാവും. ആ ഇവന്റ്സിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹുക്സും ലൈഫ് സൈക്കിൾ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യാം. റിഡക്സ്, റിയാക്ട് റൗട്ടർ, അങ്ങനെയുള്ള ഒരുപാട് ലൈബ്രറീസ് ഉണ്ട്. ഇതൊക്കെ റിയാക്ടിന്റെ വലിയൊരു എക്കോസിസ്റ്റത്തിന്റെ ഭാഗമാണ്. അതായത് റിയാക്ട് റൗട്ടർ എന്ന് പറയുന്നത് നമ്മൾ റൗട്ടിങ്ങിന് വേണ്ടിയിട്ട് റിയാക്ടിൽ ഉപയോഗിക്കുന്നതാണ്. റിഡക്സ് എന്ന് പറയുന്നത് സെൻട്രൽ സ്റ്റേറ്റ് ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫ്രെയിംവർക്ക് ആണ്. ഫ്ലിപ്കാർട്ട്, മിന്ത്ര, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, എയർബിഎൻബി ഇതൊക്കെ റിയാക്ടിൽ ബിൽഡ് ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ റിയാക്ട് ക്ലയന്റ് സൈഡും അതേപോലെ തന്നെ സെർവർ സൈഡ് റെൻഡറിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് എന്താണ് ക്ലയന്റ് സൈഡ് എന്ന് പറയുന്നത്? നമ്മളൊരു റിയാക്ട് ആപ്ലിക്കേഷൻ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യുന്ന സമയത്ത് SPA, അതായത് സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ ആണത്. അതായത് അതിന് ഒറ്റൊരു HTML ഫയലേ ഉള്ളൂ. അതിൽ ജാവാസ്ക്രിപ്റ്റ്, നമ്മളെ കോഡൊക്കെ ജാവാസ്ക്രിപ്റ്റിലാണ് ഉള്ളത്. ആ ജാവാസ്ക്രിപ്റ്റ് ഒക്കെ നമ്മൾ കമ്പൈൽ ചെയ്തിട്ട് ഒരു ജാവാസ്ക്രിപ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ആ ജാവാസ്ക്രിപ്റ്റ് നമ്മൾ ഓരോ യൂസറിന്റെ ആക്ഷൻ അനുസരിച്ച് ആ ജാവാസ്ക്രിപ്റ്റിലുള്ള ഓരോ ഭാഗങ്ങൾ ഡാറ്റയും അതിന്റെ കമ്പോണന്റ് റീറെൻഡർ ചെയ്യുന്നു മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ, ഒറ്റൊരു പേജേ ഉള്ളൂ. അല്ലാതെ നമുക്ക് about.us.php അല്ലെങ്കിൽ about.us.html ഇങ്ങനെ വേറെ വേറെ പേജുകളൊന്നുമില്ല. ഒരു സിംഗിൾ index.html എന്ന് പറഞ്ഞ പേജ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതൊരു സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഇങ്ങനെ സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ റെൻഡർ ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് ക്ലയന്റ് സൈഡ് റെൻഡറിങ് എന്ന് പറയുന്നത്. ഇനി ക്ലയന്റ് സൈഡ് റെൻഡറിങ് SEO സപ്പോർട്ടഡ് അല്ല, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. അപ്പോൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെർവർ സൈഡ് റെൻഡറിങ്ങോടെ റിയാക്റ്റിൽ അവൈലബിൾ ആണ്. അതായത് Next.js ഫ്രെയിംവർക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഫ്രെയിംവർക്കുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് സെർവർ സൈഡ് റെൻഡറിങ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. റെമിക്സ് എന്ന് പറയുന്നത് ഒരു ഫ്രെയിംവർക്കാണ്, റിയാക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഫ്രെയിംവർക്കാണ്. വെബ്സൈറ്റും മറ്റു ആപ്ലിക്കേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗാറ്റ്സ്ബൈ എന്ന് പറയുന്നത് ഒരു CMS ആണ്, കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം ലൈക്ക് വേർഡ്പ്രസ്. റിയാക്ട് നേറ്റീവ് എന്ന് പറയുന്നത് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫ്രെയിംവർക്കാണ്. ഈ ഒരു ഫ്രെയിംവർക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ആൻഡ്രോയിഡിനും iOSനും ഒറ്റൊരു കോഡിങ്ങിൽ തന്നെ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല നമ്മൾ നേറ്റീവ് ലാംഗ്വേജ് ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് iOSന് ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ സ്വിഫ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജോ അല്ലെങ്കിൽ Objective-C ഉപയോഗിച്ച് നമുക്ക് കോഡ് ചെയ്ത് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യണം. ആൻഡ്രോയിഡിന് ജാവയോ അല്ലെങ്കിൽ കോട്ട്ലിനോ ഉപയോഗിച്ച് നമുക്ക് പ്രോഗ്രാം ചെയ്ത് ആപ്ലിക്കേഷൻ ഉണ്ടാക്കണം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് രണ്ടും രണ്ട് ഡിഫറെന്റ് ആപ്ലിക്കേഷൻ ആയിരിക്കും. ചിലപ്പോൾ ഒരു ആപ്ലിക്കേഷനിൽ ഒരു ഫീച്ചർ ഉണ്ടാവുള്ളൂ, മറ്റേ ആപ്ലിക്കേഷനിൽ രണ്ട് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ അത് അലൈൻ ആയിരിക്കില്ല. നമ്മൾ റിയാക്ട് നേറ്റീവ്ലി ചെയ്യുന്ന സമയത്ത് കമ്പനിക്ക് ആകുമ്പോൾ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യും. അതായത് ഒരു സെറ്റ് ഓഫ് ഡെവലപ്പേഴ്സിനെ ഉപയോഗിച്ചിട്ട് അവർക്ക് രണ്ട് ആപ്ലിക്കേഷൻ ഒരേ സമയത്ത് ചെയ്യാം. രണ്ട് ആപ്ലിക്കേഷനിലും ഒരേ ഫീച്ചേഴ്സ് ആയിരിക്കും, ഒരേ ഫംഗ്ഷനാലിറ്റി ആയിരിക്കും. ഇനി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കൂടെ അതും ഒരേ രണ്ട് ഡിവൈസിലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഡെവലപ്പേഴ്സിനെ നോക്കുകയാണെങ്കിൽ ഡെവലപ്പേഴ്സിനെ റിയാക്ട് ചെയ്യാൻ അറിയുന്ന ആളുകൾക്ക് റിയാക്ട് നേറ്റീവും സിമ്പിൾ ആയിരിക്കും. കുറച്ച് മുമ്പൊക്കെ നമ്മൾ ആപ്ലിക്കേഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ മോണോലിത്ത് അപ്രോച്ച് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതായത് നമുക്കൊരു സിംഗിൾ ആപ്ലിക്കേഷനിലായിരിക്കും നമ്മൾ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഒക്കെ ഉണ്ടാവും, ഒരേ സോഴ്സ് കോഡിലായിരിക്കും. അതായത് ഒരു സിമ്പിൾ PHP ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അതൊരു മോണോലിത്ത് ആണെന്ന് പറയാം. അതായത് HTML-ഉം അതിന്റെ കോഡും ലോജിക്കും എല്ലാം ഒരു റെപ്പോസിറ്ററിയിലാണുള്ളത്, ഒരേ കോഡിങ്ങിലാണുള്ളത്. അത് ഒഴിവാക്കിയിട്ട് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഫ്രണ്ട് എൻഡ് സെപ്പറേറ്റും ബാക്ക് എൻഡ് സെപ്പറേറ്റും ചെയ്യും. ബാക്ക് എൻഡ് ഒരു API ആക്കി ചെയ്യും, ഫ്രണ്ട് എൻഡ് ഇതേപോലെയുള്ള സിംഗിൾ പേജ് ആപ്ലിക്കേഷനായി ചെയ്തിട്ട് API ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ആ ഒരു അപ്രോച്ചാണ് ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക പ്രൊജക്റ്റുകളും ഫോളോ ചെയ്യുന്നത്.